സംസ്കാരത്തിൽ ഭാരതീയനും വിശ്വാസത്തിൽ ക്രൈസ്തവനും ആരാധനാക്രമത്തിൽ പൗരസ്ത്യനുമായ വന്ധ്യ പ്ലാസിഡ് അച്ഛൻ. നിങ്ങൾ യൗസേപ്പിന്റെ പക്കൽ പോകുവിൻ എന്ന പഴയ നിയമവാക്യം ഉൽപ്പത്തി 41:55. ഒരു സാഹിത്യകാരൻ പ്ലാസിഡ് അച്ഛനെ ഉദ്ദേശിച്ചൊരിക്കൽ ഉദ്ധരിക്കുകയുണ്ടായി. വിശ്വാസ സംബന്ധവും സഭാപരവുമായ കാര്യങ്ങളിൽ സംശയ നിവാരണവും പ്രബോധനവും ആവശ്യമെങ്കിൽ പ്ലാസിഡ് അച്ഛൻ അരികിലേക്ക് പോകുവിൻ. ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും ഉത്തമ മാതൃക, വിവേകിയും വിജ്ഞാന സമ്പന്നനുമായ ഗുരുനാഥൻ, തൻ്റെ ജീവിതത്തിൽ ഭരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളെയും കർത്തവ്യങ്ങളെയും ആത്മാർത്ഥമായി നിറവേറ്റുകയും തൻ്റെ മാതൃസഭയെ അമ്മയെപ്പോലെ സ്നേഹിക്കുകയും ചെയ്ത പുണ്യപിതാവ്. ആർപ്പൂക്കര വില്ലൂന്നി പൊടിപ്പാറ കുടുംബത്തിൽ 1869 ഒക്ടോബർ 3 PC ജോസഫ് എന്ന കൊച്ചേപ്പച്ചൻ ജനിച്ചു. ബാല്യകാലത്തിൽ തന്നെ മാതാവും പിതാവും നഷ്ടമായി. സഹോദരങ്ങളുടെ സ്നേഹവാത്സല്യത്തിൽ വളർന്ന ജോസഫ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാൽ സ്ഥാപിതമായ സെയിന്റ് എഫ്രേംസ് മാന്നാനം സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു സന്യാസ വൈദികനാകണമെന്ന ആഗ്രഹത്തിൽ 1918 CMI സഭയിൽ ചേർന്നു. 1919 വിശുദ്ധ യൗസേപ്പിന്റെ പ്ലാസിഡ് എന്ന നാമത്തിൽ സന്യാസ ജീവിതം ആരംഭിച്ചു. തുടർന്ന് മംഗലാപുരം മേജർ സെമിനാരിയിൽ നിന്നും വൈദിക പരിശീലനം പൂർത്തിയാക്കി 1927 ഡിസംബർ 3 പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹത്തെ റോമിൽ ഉപരിപഠനത്തിനായി അയക്കുകയും തത്വശാസ്ത്രം, ദൈവശാസ്ത്രം, കാനോൻ നിയമം എന്നീ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടുകയുണ്ടായി. ചെത്തിപ്പുഴ CMI സഭയുടെ മേജർ സെമിനാരിയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. കേരളത്തിലെ ന്യൂമാൻ എന്നറിയപ്പെടുന്ന മാർ ഇവാനിയൂസ് മെത്രാപ്പൊലീത്തയെയും അനുയായികളെയും കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിക്കുന്നതിനും സീറോ മലങ്കര സഭയുടെ വളർച്ചയ്ക്കും പ്ലാസിഡ് അച്ഛൻ കാരണമായി. സീറോ മലബാർ സഭയെ അതിൻ്റെ തനിമയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു. പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള പാണ്ഡിത്യം പൗരസ്ത്യ തിരുസംഘ തലവൻ കാർഡിനൽ യൂജീൻ ടിസ്സറാങ് പിതാവിനോടൊപ്പം പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ ആലോചനക്കാരിൽ ഒരാളായിരുന്നു പ്ലാസിഡ് അച്ഛൻ. 12ാം പിയൂസ് മാർപ്പാപ്പയുടെ ഭരണകാലത്ത് സീറോ മലബാർ സഭയുടെ കുർബാന ക്രമം പരിഷ്കരിക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മീഷനിൽ പ്ലാസിഡ് അച്ഛനും അംഗമായിരുന്നു. ഹി വാസ് ദ വോയിസ് ഓഫ് സീറോ മലബാർ ചർച്ച് ഇൻ റോം. തൻ്റെ പഠനങ്ങളും കഴിവുകളും സ്വന്തം സമൂഹത്തിനും സമുദായത്തിനും ചുറ്റുപാടുകൾക്കുമായി വിനിയോഗിച്ച പുണ്യധീരൻ അറിവും ജ്ഞാനവും ദീർഘവീക്ഷണത്തോടും കൂടി കൈകാര്യം ചെയ്യുമ്പോൾ അത് ഭാവി തലമുറയ്ക്ക് ഉപകാരപ്പെടും. ചെറുതും വലുതുമായ 30-ൽ പരം ഗ്രന്ഥങ്ങളും 50-ൽ പരം ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നിറഞ്ഞ പാണ്ഡിത്യത്തിലും സാധാരണക്കാരിൽ ഒരുവനായി ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. റോമിലെ സേവനകാലത്തുണ്ടായ അപകടത്തെ തുടർന്ന് 1980 ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ കഠിനമായ രോഗങ്ങളും ശാരീരിക ക്ലേശങ്ങളും ബുദ്ധിമുട്ടിച്ചപ്പോൾ അതെല്ലാം ആത്മവിശുദ്ധീകരണത്തിനായി ശാന്തമായി അദ്ദേഹം സ്വീകരിച്ചു. ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സഭയെയും സ്നേഹിച്ച് തൻ്റെ ഓട്ടം പൂർത്തിയാക്കി ജീവൻ്റെ കിരീടത്തിന് അർഹമായ വിശുദ്ധ പൗലോസിനെ പോലെ 1985 ഏപ്രിൽ 27 ദൈവം ആ ശാന്തസുന്ദരമായ ജീവിതത്തെ തൻ്റെ പക്കലേക്ക് തിരിച്ചു വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ ഏപ്രിൽ 29 ചെത്തിപ്പുഴ തിരുഹൃദയ ദേവാലയത്തിൽ നടത്തി. പൂജാവശിഷ്ടങ്ങൾ ചെത്തിപ്പുഴയിൽ തന്നെ അടക്കം ചെയ്തു. സഭാപിതാക്കന്മാർ മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശനത്തെ ഇന്ത്യയുടെ അന്ധകാരം മാറ്റുന്നതിനുള്ള നക്ഷത്രമായാണ് പറയുന്നത്. പ്ലാസിഡ് അച്ഛൻ വിജ്ഞാനത്തിലൂടെ സഭയുടെയും സമൂഹത്തിൻ്റെയും അന്ധകാരത്തെ മാറ്റി പ്രകാശത്തിലേക്ക് നയിച്ച നക്ഷത്രമാണെന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ നമ്മുടെ വിദ്യാലയത്തിന് വരും നൂറ്റാണ്ടുകളിൽ പുതിയ തലമുറകൾക്ക് ജ്ഞാനവും വിവേകവും പകർന്നു കൊടുക്കുവാൻ സാധിക്കട്ടെ. 125ാം ജന്മശതാബ്ദിയുടെ ഓർമ്മയിൽ നിൽക്കുന്ന പ്ലാസിഡ് അച്ഛനോട് നമ്മളും സീറോ മലബാർ സഭയും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. പ്ലാസിഡ് എന്ന പേര് നമ്മുടെ സ്കൂളിനെയും പൂർണ്ണതയിലെത്തിക്കട്ടെ.
പ്ലാസിഡ് എന്ന പേരിനെ അന്വർത്ഥമാക്കും വിധം പ്രശാന്തമായ തെളിവുറ്റ മന്ദസ്മിതവും പ്രക്ഷുബ്ധമാമീ ലോകത്തിലെത്രയോ ശാന്തനായി പ്രകൃത്യാ നിഷ്കളങ്കനാമൊരു ശിശുവിനെ പോ സൗമ്യമാം വാക്കുകൾ മിതഭാഷിയാം യോഗീവര്യൻ സാരമില്ലാത്തൊരു ജീവിതമെന്ന പോലെ ഈ മണ്ണിൽ സാധുവായേറ്റം ലളിതമായി ദാരിദ്ര്യവൃതത്തിൽ സംസാര സാഗരത്തിലൊരു വജ്രരശ്മി പോ തിളക്കമാർന്നൊരു ഹൃദയത്തിനുടമയായി തിരുഹൃദയത്തിലെ സ്നേഹത്തിൻ കിരണങ്ങൾ തനയനാം വൈദികൻ ഏറ്റേറ്റുവാങ്ങിയും തീർത്തൊരു മന്ദിരം തനിക്കായി സ്വർഗത്തിൽ അഗാധമാമറിവിന്നലയാഴി കടഞ്ഞഹോ അമൃതമാമുത്തുകൾ ശേഖരിച്ചവയെ അടുക്കിയെടുത്തത്ര പുസ്തകത്താളിലായി അക്ഷരക്കൂട്ടങ്ങൾ തീർക്കുന്ന വിസ്മയം സ്വച്ഛമായി ജ്ഞാനപുഷ്പങ്ങൾ വിടർത്തി സ്വർഗത്തിൻ രഹസ്യങ്ങൾ ഗ്രഹിച്ചൊരു തപസ്വി സ്വച്ഛന്തമായ ലേഖനം ചെയ്തവ നമുക്കായി സ്വർഗം തുറക്കുന്ന താക്കോലായി മാർത്തോമാ സഭയിൽ കാലങ്ങളെത്ര കടന്നാലും മായാതെ നിൽക്കും കനകശില്പം പോൽ തേജോമയമായ വദനം കാഴ്ചയ്ക്കപ്പുറം നിൽക്കുവാൻ ശ്രദ്ധിച്ച യോഗി കാലാന്തരത്തിൽ തെളിയട്ടെ സുവർണ താരമായി മേലെ കാലാന്തരത്തിൽ തെളിയട്ടെ സുവർണ താരമായി മേലെ കാലാന്തരത്തിൽ തെളിയട്ടെ സുവർണ താരമായി മേലെ. തീക്ഷ്ണമായ പ്രാർത്ഥന, ജീവിത നൈർമല്യം, സൗഹാർദ്ദപരമായ സ്നേഹം, ആത്മസംയമനം, സുഹൃതാഭ്യാസം, ആത്മീയതയിലെ ആഴപ്പെടൽ, തപപ്രക്രിയകൾ, അത് തന്നെയാണ് പ്ലാസിഡ് അച്ഛൻ. പ്ലാസിഡ് എന്ന പേരിൻ്റെ ഈ അർത്ഥങ്ങളൊക്കെ നമ്മുടെ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കാനും അവരുടെ ജീവിതത്തിലെ അറിവും വിജ്ഞാനവും വിവേകവും വളർത്തി അമ്മയായി നിലകൊള്ളുവാനും നമ്മുടെ വിദ്യാലയത്തിനും കഴിയട്ടെ. 125 ജന്മശതാബ്ദിയിൽ നിൽക്കുന്ന വന്ധ്യപിതാവിന് കൂപ്പുകൈ.